ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിഷ ഹരിദാസ്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കാല് കാണിക്കാം. അമ്മയ്ക്ക് കാലിന് നല്ല വേദനയാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണമാണ്. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ നല്ല ഭേദമുണ്ട് കേട്ടോ, നല്ലോണം മാറ്റമുണ്ട് ആദ്യത്തേക്കാളും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് അത് ഇപ്പോൾ പോണത് സെക്കൻഡ് ടൈമാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്നത്. അമ്മയുടെ കൂടെ പോവുകയാണ്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം നമുക്ക് ഒരുവിധം മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ വീണ്ടും അവിടെ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച എന്ന്. അപ്പോൾ ആ ഒരാഴ്ച ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ മുമ്പാണെങ്കിൽ നമുക്ക് ഒട്ടും നടക്കാനൊന്നും പറ്റണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സ്റ്റെപ്പല്ല, ജസ്റ്റ് കാലെടുത്തിട്ട് ഇങ്ങനെ പൊക്കാൻ പോലും പറ്റില്ല. ജസ്റ്റ് ഒരു നടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പിന് കാല് വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല ഭേദമുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ പിറ്റേന്ന് ദിവസം നമ്മൾ കർണാടക നമ്മുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള വീഡിയോസും ആ ഒരു വ്ലോഗൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരുന്നു. കാരണം ഞാനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളും പിന്നെ മൊബൈലും അങ്ങനെ ആകുമ്പോൾ കുറച്ച് പറ്റില്ല, അത് അങ്ങനെ ആയില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലേക്ക്. അങ്ങനെ വീട്ടിൽ പോകാതെ കുറേ മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുത്ത മോര് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. എൻ്റെ അനിയന് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മോരും വെള്ളം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു മോരും വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എരിവും പുളിയും ഇഞ്ചിയുടെ ഒരു ഇതും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി കഴിഞ്ഞാലൊരു പ്രത്യേക വൈബൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് അവിടെ നിർത്തിയിട്ട് മോരും വെള്ളം കുടിച്ച് 2 ലേസ് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടിട്ടാണ്. മോരും വെള്ളം എനിക്ക് വേണ്ടാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു, പക്ഷെ അവൻ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുടിക്കണം കണ്ടപ്പോഴേക്കും എനിക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മേടിച്ച് കുടിച്ചു. ഒരു വലിയ ഗ്ലാസ്സാണ്, ചെറിയ പൈസയുള്ള കേട്ടോ, വലിയ കാശൊന്നുമില്ല. വലിയ ബോട്ടിലും ചെറിയ കാശും. അങ്ങനെ നമ്മളത് മേടിച്ചിട്ട് കുടിച്ചതിന് ശേഷം തിരിച്ചു പോയാണ്. അങ്ങനെ ഞങ്ങൾ നല്ല എരിവും പുളിയും ഉള്ള മോരും വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് അവിടെ നിന്നൊരു 3 to 4 hours ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. അത്യാവശ്യം സ്പീഡിലും അത്യാവശ്യം ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. വലിയ പ്രശ്നം ഉണ്ടായില്ല യാത്ര ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ എന്താ ഒരു വല്ലായ്മയൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിറ്റേന്നാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ നെയ്റ്റി എടുത്തിരുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ ഭയങ്കര സുഖമായിരിക്കും നമ്മൾ നെയ്റ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും. വലിയ നെയ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിരിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ പിന്നെ ഏക വിഷമം എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത ഒരു ഫീലാണ്. എപ്പോൾ ചെല്ലുമ്പോൾ അതൊരു അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൂടെ തന്നെ കൊച്ചു കുട്ടികളുടെ കൂടെ പുറകെ നടന്നു വരുന്ന പോലെ അച്ഛൻ എന്നും കൂടെ ഉണ്ടാവട്ടെ. അപ്പോൾ പിന്നെ വീട്ടിലിങ്ങനെ കാട് പിടിച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ആരും അങ്ങനെ ഇല്ല, എല്ലാവരും വേറെ വേറെ സ്ഥലത്താണ്. ആകെ എൻ്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ രാവിലെ പണിക്ക് പോകും, വൈകിട്ട് വരും, ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലങ്ങനെ ആരുമില്ല. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ വീഡിയോ എന്തായാലും ഉറപ്പാണ് കേട്ടോ. ഒന്ന് സ്കൂട്ടറിൻ്റെ മീതെ ഒന്നും കാറിൻ്റെ മീതെയും കയറിയിട്ടൊരു ഫോട്ടോ വീഡിയോ അവർക്ക് എടുത്ത് കാണിക്കണം. അതങ്ങനെ ഒരു ഹോബിയായിപ്പോയി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം എന്താ പറയുക, അമ്മയുടെ സ്പെഷ്യലല്ല, അമ്മ വീട്ടിൽ ചെന്നതിന് ഉണ്ടാക്കി തരുന്ന പുട്ടും കറിയും ചോറും കറിയും ഇതൊക്കെയായിരുന്നു. ഇതെല്ലാം പച്ചല്ലേ കണ്ണ, അതിൻ്റെ ഉള്ളു കാണിച്ചാ നബു ഇതെല്ലാം പച്ചയാണ് കണ്ണതാ, ഒന്നും പഴുത്തതില്ല. പഴുത്തതിന് നല്ല വൈരച്ച് നബുനൊരെ പഴുത്ത കൊടുക്ക്. ഇതിങ്ങനെ എടുത്ത് കയ്യിൽ തൂക്കി പിടിച്ചോണ്ട് നടക്കുകയാണ് കണ്ണ അല്ലേ നബു? ഹായ് പറഞ്ഞേ. ഹായ് കണ്ണ. അതിന്റെ പേരെന്താ കണ്ണ? മലബറി. മലബറി. പൂവേ പൂവേ പാലപ്പൂവേ. നബു പാപ്പ തിന്ന പുട്ട് തിന്ന. ടോർച്ചടിക്കല്ല. നബു പുട്ട് തിന്നോ? നബു പുട്ട് തിന്നോ? നബു ഹലോ, ഗുഡ് മോർണിംഗ്.
ഞാൻ ആദ്യം കണ്ണന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അമ്മ വീഡിയോ എടുക്കുമ്പോൾ എന്നെ വിളിക്കണം എന്നാണ് ആദ്യം പറയണത്. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് ആദ്യം കേട്ടിട്ട് പോലില്ല അവിടെ ഉണ്ടെന്ന് അറിയില്ല. ആദ്യ തൊണ്ട പോയി. ഹലോ. അപ്പോൾ ആദ്യം കുളിച്ചിട്ടൊക്കെ വന്ന് ചുന്ദരിപ്പിക്കായിരുന്നു. ഇന്ന് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നമുക്കിവിടെ ഒരു അമ്പലത്തിലും പോകാനുണ്ട്. ഈ ഒരു ഇതിൽ മൽബറിയാണ്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ണ നടക്കുന്നത്. ഇതൊന്നും പഴുത്തിട്ടില്ല കേട്ടോ. കണ്ട, ഒന്നും പഴുത്തിട്ടില്ല. പക്ഷെ കണ്ണൻ ഇതും പിടിച്ച് നടക്കും. ഇത് ആർക്കും വിട്ടു കൊടുക്കണില്ല. ഇങ്ങനെ കുഞ്ഞിക്ക് കുറച്ച് വായിൽ വെച്ച് കൊടുക്കും, എന്നിട്ട് അവൻ ഇങ്ങനെ കയ്യിൽ പിടിക്കും. മുകളിൽ എടുത്ത് വെക്കാം, ഇങ്ങനെ പിടിക്കേണ്ട പറഞ്ഞാൽ കേൾക്കില്ല. കണ്ടില്ലേ? അപ്പോൾ നബുണ്ട് കേട്ടോ. നബുണ്ട്, പനിയുണ്ട്. പിന്നെന്താ പറയാനുള്ളത്? അതെന്താ ഒപ്പിച്ചില്ല. നബു വരുന്നുണ്ട് കേട്ടോ. നബു വരുന്നുണ്ട് നീ മൊബൈലിന് വേണ്ടിയിട്ട്. ഇങ്ങോട്ടോ ഈ സൈഡ് വാ പെണ്ണേ. കണ്ണൻ ഈ സൈഡോ? കണ്ണൻ ഇവിടെ. പക്ഷെ നബു അടങ്ങിയിരിക്കില്ല. ഓ യെസ്. ഹെയർ സ്റ്റൈലല്ല, ഞാൻ മുടിയൊന്നും ഈരുന്നേ ഉള്ളൂ. വെറുതെ ഒന്ന് എപ്പോഴും ഇങ്ങനെ അമ്മത്തു. അമ്മല്ലേ എവിടെ ഇരിക്കുന്നത്? ദിസ് ഈസ് യുവർ മാമ. അല്ല, മുടി പിടിച്ച് വിളിക്കരുത്. വിളിച്ച ഉമ്പായി തേച്ചെടുത്തേ. ആ അപ്പോൾ ആദ്യം കണ്ണൻ അങ്ങോട്ട്, അല്ല സോറി, നബുവും കണ്ണനും അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് കാസർഗോഡിലേക്ക് തിരിച്ച് പോകാൻ പോകണം. വേഗം പോകണം, കാരണം വെയിൽ വന്നതിന് പിന്നെ വണ്ടിയിലിരുന്ന് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ അതിക്ക് മുമ്പ് നമുക്കൊരു അമ്പലത്തിലും കൂടി പോകാനുണ്ട്. ഇവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്തായിട്ട്, അത്ര അടുത്തല്ല, കുറച്ച് ഒരു എന്താ പറയുക, ഒരു സുര എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അവിടെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു വിശ്വാസം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോകണം. ഇന്ന് ചിലപ്പോൾ പോകും അല്ലേ? യെസ്. അപ്പോൾ ഇന്ന് എന്തോ മൊബൈലിൽ ബ്രൈറ്റ്നെസ് വെക്കുന്നതിൻ്റെ എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഈ നെയ്റ്റ് ഇടും. കാരണം ഇത് നമ്മുടെ നെയ്റ്റാണ്. ഈ നെയ്റ്റൊക്കെ ഇട്ടെടുക്കാൻ ഭയങ്കര സുഖമാണ് അല്ലേ? നീട്ടിട്ടുണ്ടോ നെയ്റ്റ്? വേണം. ആദ്യമൊന്നും പറയാനല്ലേ? ആദ്യക്ക് സ്വന്തമായിട്ട് എടുത്ത് വ്ലോഗ് ചെയ്യാനുള്ള ഇഷ്ടം. ആദ്യം മൊബൈലിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യക്ക് എന്താണ് പറയുന്നത് അതെല്ലാം ആദ്യം പറയും. അപ്പോൾ ആദ്യക്ക് പറയണ്ടേ പറഞ്ഞു. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്. കണ്ടില്ലെങ്കിൽ കണ്ടില്ല അല്ലേ? അങ്ങനൊന്നും പറഞ്ഞ, കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ, കണ്ടാലല്ലേ കമൻറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഇന്ന് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ കാസർഗോഡ് പോകാൻ പോവാണ്. റെഡി ആവാനുണ്ട്, എനിക്ക് റെഡി ആവാനുണ്ട്. അപ്പോൾ വേഗമാവട്ടെ, നമുക്ക് ഇറങ്ങാം. അപ്പോൾ അല്ലേ, ലേറ്റ് ആയാലും നമുക്ക് ഭയങ്കര പാടാണ്. ഓക്കെ എടുത്തോ ഇറങ്ങുവാണ്. അപ്പോൾ ബൈ, ടാറ്റാ. അപ്പോൾ നമ്മൾ പോകാൻ പോകണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നബു കുറേ കഴിഞ്ഞപ്പോഴേക്കും കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പറഞ്ഞ ഒരു അമ്പലത്തിലേക്കാണ്. അമ്മ അവിടെ ഇരിപ്പുണ്ട്, കണ്ണനുണ്ട്, ആദ്യച്ഛനും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ കെട്ടി വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഇരുന്ന് ഇരിക്കുന്നത് ആരുമില്ലല്ലോ വീട്ടിൽ. അപ്പോൾ ചേട്ടൻ മാത്രം, ചേട്ടൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അമ്മ എല്ലാം എടുത്ത് വലിച്ച് കറി കയറ്റി വയ്ക്കുന്നു. എപ്പോഴും അങ്ങനെയല്ല, എല്ലാ വീടുകളിലും അങ്ങനെ ഇരിക്കും. പെൺമക്കൾ അവരുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിലുള്ള കുറേ അടക്കയും പറക്കയും നെല്ലിക്കയും എല്ലാം വലിച്ച് കയറ്റി വരും. അപ്പോൾ എനിക്കങ്ങനെയൊന്നും താല്പര്യമില്ല കേട്ടോ. അമ്മ എന്തെങ്കിലുമൊക്കെ എടുത്ത് തന്നെങ്കിൽ മാത്രമേ, അമ്മയെ ഏട്ടനൊക്കെ എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അങ്ങനെ എനിക്കത് വേണം ഇത് വേണം അങ്ങനെയൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ അമ്മയാണ് വീട്ടിലുള്ള
അധികമുള്ള അരിപ്പൊടിയും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അതിനിടയിൽ വേറൊരു കുഞ്ഞൊരു അമ്പലം കണ്ടപ്പോൾ അവിടെയും കയറി. അമ്പലമൊക്കെ കാണുമ്പോൾ വലിയ കയറുന്നില്ല കേട്ടോ, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കയറിയത് മാത്രമാണ്. അപ്പോൾ നവ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കളിക്കും, പിന്നെ ഉറങ്ങും. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സാവകാശം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടമായി കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.